ദേശീയപാത നിർമ്മാണ പ്രവൃത്തി അനന്തമായി നീളുന്നതിലും ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഗതാഗതക്കുരുക്കിനെതിരെയും നടപടി സ്വീകരിക്കാത്ത അധികാരികളുടെ സമീപനത്തിനെതിരെയും വടകര സിറ്റിസൺ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ ഏകദിന ഉപവാസ സമരം നടത്തുന്നു. ശനിയാഴ്ച പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടത്തുന്ന ഉപവാസ സമരം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയും സംബന്ധിച്ച് വടകരയിലെ സന്നദ്ധ സംഘടനകളുടെ ഒരു ഉപവാസമാണ് മറ്റന്നാൾ രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ വടകര സിറ്റിസൺ കൗൺസിൽ ഞങ്ങളുടെ ജനറൽ ബോഡി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട എല്ലാ സന്നദ്ധ സംഘടനകളെയും വിളിച്ചുകൊണ്ട്, ഉദാഹരണമായി ലയൺസ്, റോട്ടറി, OSK, ബസ് ഓണേഴ്സ് അസോസിയേഷൻ, വ്യാപാരികൾ, വ്യാപാര സമിതി, അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളും, വടകരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും വിളിച്ചു വരുത്തി ഞങ്ങൾ ഒരു പരിപാടിക്ക് രൂപം കൊടുത്തു. ബ്ലോക്കിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, വടകരയാണ് അതിൻ്റെ കേന്ദ്രം. കാരണം വടകരയിൽ നിന്ന് ബ്ലോക്കാകുന്നിടത്ത് വില്യാപ്പള്ളിക്ക് പോകുന്ന ബസ് പിന്നെ ബ്ലോക്കാവുന്നു, അതുപോലെ തന്നെ തണ്ണീർപന്തലേക്ക് പോകുന്ന ബസ് ബ്ലോക്കാവുന്നു, പേരാമ്പ്രയ്ക്ക് പോകുന്ന ബസ് ബ്ലോക്കാവുന്നു, കുറ്റ്യാടിക്ക് പോകുന്ന ബസ് ബ്ലോക്കാവുന്നു, തലശ്ശേരിക്ക് പോകുന്ന ബസ് ബ്ലോക്കാവുന്നു, കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ് ബ്ലോക്കാവുന്നു. അപ്പോൾ വടകര ഈ ബ്ലോക്ക് എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ വളരെ ശക്തമായ ഒരു സമരം നടത്തിയാൽ മാത്രമേ വടകര സംബന്ധിച്ചോളം ഈ ബുദ്ധിമുട്ടിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെടുമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അപ്പോൾ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഉപവാസ സമരം എന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ടൗൺ ഹാളിൻ്റെ ഭാഗത്തു നിന്നും ഈ ജാഥ പുറപ്പെടുകയാണ്. ആ ജാഥ പുറപ്പെട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയാണ് ഉപവാസം നടക്കുന്നത്. രാവിലെ 10 മുതൽ 9 മണിക്ക്, കൃത്യം 9 മണിക്ക് ടൗൺ ഹാളിൻ്റെ അവിടെ നിന്നും ഈ ജാഥ പുറപ്പെടുന്നു. 10 മണിക്ക് വടകര സ്റ്റാൻഡിൽ, പുതിയ സ്റ്റാൻഡിലെത്തി അവിടെ ഉപവാസ സമരം നടക്കുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഉപരോധം അല്ലെങ്കിൽ ഒരു ഹർത്താൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികാരികളെ കണ്ണിലെത്തുന്ന വിധത്തിൽ ഒരു സമരവും കൂടി നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വളരെയധികം അത്രയധികം പ്രയാസപ്പെട്ടിട്ടാണ് വടകരയുള്ള കച്ചവടക്കാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനവും ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു വാഹനവും ഇങ്ങോട്ട് എത്താൻ വേണ്ടി കഴിയുന്നില്ല. എല്ലാവരും ഇപ്പം വടകര ടൗൺ ഉപേക്ഷിച്ച് എല്ലാവരും നാദാപുരം, അതുപോലെ തന്നെ വില്യാപ്പള്ളി, അതുപോലെ ആയഞ്ചേരി, അങ്ങനെ പല കേന്ദ്രങ്ങളിലായിട്ട് നമ്മളെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ തുടർന്നു പോയാൽ വടകര കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോകും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖല ബസ് വ്യവസായമാണ്. ഈ ബസ് വ്യവസായം സമയത്ത് എത്തുന്നില്ല. അതിലുപരിയായിട്ട് വടകര പോലീസിൻ്റെ നിരന്തരമായിട്ടുള്ള പീഡനം എന്ന് വെച്ചാൽ ക്യാമറ ഫോട്ടോ എടുക്കുക, ഡെയിലി മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, 1000, 2000, 3000 എന്ന് പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ വന്നുകൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ സർവീസ് നടത്താൻ പറ്റില്ല. ഇത് ശരിക്കും ഞങ്ങളിതിപ്പോൾ ഒരു നാളെ നന്നാവും എന്നുള്ള രീതിയിൽ നടത്തിക്കൊണ്ടുപോകണ്ട. ഇപ്പോൾ ശരിക്കും നഷ്ടത്തിലാണ് ബസ് സർവീസ് നടത്തുന്നത്. അതിൻ്റെ പുറമെയാണ് ഈ പോലീസിൻ്റെ അനാവശ്യമായിട്ട് ഈ പിഴ ഈടാക്കുന്നത്. ഇവരെ അതുപോലെ ഇവിടുത്തെ ഹോംഗാർഡ് അധികവും ഇവിടെയുള്ള ഈ അതിർത്തി സേന, മിലിറ്ററിയിൽ റിട്ടയർഡ്, അവരിപ്പോൾ വിചാരിക്കുന്നത് ചൈന അല്ലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിൽക്കുന്ന പോലെ ഫോട്ടോ എടുക്കുക, പോലീസിനെ അയക്കുക, പിന്നെ ഫൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കിത് നടത്താൻ പറ്റില്ല. ഇതൊരു അവശ്യ സർവീസ് നിലനിൽക്ക് പൊതുസേവനം എന്ന നിലക്കാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. ഞങ്ങൾക്കിത് നാളെ റെഡിയാവും അല്ലെങ്കിൽ മറ്റന്നാൾ റെഡിയാവും എന്നുള്ള നിലക്ക് റോഡ് സർവീസ് റെഡിയാവും എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇത് നഷ്ടസഹിച്ചു സർവീസ്. അതിനിടയ്ക്ക് ഈ പോലീസിൻ്റെ പീഡനം അല്ലെങ്കിൽ ഇതിനൊരു ഈ വരുന്ന 1-ാം തീയതിക്കുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയും വരുന്ന സെപ്റ്റംബർ 1 മുതൽ ഞങ്ങൾ വടകരയിലെ മുഴുവൻ ബസ്സുകളും അനിശ്ചിതകാല സമരത്തിലേക്ക് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ്. 1-ാം തീയതി മുതൽ ഞങ്ങൾ എന്ത് തന്നെയാണ് സമരമായിട്ട് കൊണ്ടുവന്നത്. എത്രയും പെട്ടെന്ന് വടകരയും പരിസരത്തുള്ള സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ സർവീസ് റോഡ് നന്നാക്കണം. എങ്കിൽ കുറച്ചെങ്കിലും ദുരിതങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ആ കാര്യങ്ങൾ ജനങ്ങൾ എത്രത്തോളം പുറത്തിരിക്കുകയാണ്, എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളെ സമാധാനിപ്പിക്കാനെങ്കിലും വേണ്ടി എത്രയും പെട്ടെന്ന് ഈ സർവീസ് റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന്
തുടങ്ങണം. യുദ്ധകാലാടിസ്ഥാനം ഒരാഴ്ച കൊണ്ട് പരിപൂർണമായി തന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. സിറ്റിസൺ കൗൺസിൽ ഈ യോഗം കൂടി അതിൽ പിന്നെ ഡിസ്കഷൻ വന്നു. അപ്പോൾ ഇവിടുത്തെ സംഘടനകളെ മുഴുവൻ വിളിക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ അത് ഞങ്ങൾ ആദ്യം കൂടി കഴിഞ്ഞ മാസത്തെ യോഗത്തിലാണ് പിന്നെ സിറ്റിസൺ കൗൺസിൽ തീരുമാനമെടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാ പിന്നെ സന്നദ്ധ സംഘടനകളെയും ഭാരവാഹികളെ വിളിച്ചു. അതാ വ്യാപാരി വ്യവസായിൻ്റെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകളിലെ എല്ലാം വിളിച്ചു. അതിൽ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി. ഇതിപ്പോൾ ഒരു ലയൺസിൻ്റെയോ റോട്ടറിൻ്റെയോ അങ്ങനത്തെ ഒന്നല്ല, എല്ലാവരും കൂടി ഞങ്ങൾ ഒരു സമിതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. അത് മനസ്സിലായി. അപ്പം ഞങ്ങൾ ആദ്യം തുടങ്ങി, അതിന് ഞങ്ങൾ ആദ്യം തുടങ്ങി മാറ്റി നിർത്തിയില്ല. ഞങ്ങൾ അവരോട് പറഞ്ഞല്ലോ, ഈ സംഘാടക സമിതിൻ്റെ യോഗം ഞങ്ങൾ അവരോട് പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയോട് പറഞ്ഞു. പക്ഷെ ആരും വന്നില്ല. അല്ലേ? അതല്ല, അങ്ങനെയില്ല. അന്ന് അവർ മർച്ചന്റ് അസോസിയേഷൻ ടൗൺ ഹാളിൽ ഒരു വലിയ പരിപാടി നടത്തിയെന്നല്ലാതെ അതിൽ ഈ സന്നദ്ധ സംഘടനകളുടെ വിഷയമാണ്. ഞങ്ങൾ ബസുർമാനാണ് വിളിച്ചിന്, പക്ഷെ ഞങ്ങളുടെ പ്രയാസങ്ങൾ അവിടെ പറയാനൊരു വേദി അവരുണ്ടായിരുന്നു. ഒരു സലാമൊരു ഇങ്ങനെ മർച്ചന്റ് അസോസിയേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. MP ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിൻ്റെ അയാൾ ഇടപെട്ട വിഷയങ്ങൾ പറഞ്ഞ് അത് അവസാനിക്കും. ഞങ്ങളെ ഈ സന്നദ്ധ സംഘടനകളും ഇവിടുത്തെ പൊതുസമൂഹത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കാനൊരു വേദി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാപാരി വ്യവസായിന്റെ സമിതി ഉണ്ടല്ലോ. എല്ലാ സ്ലാബിൻ്റെ ഈ വർക്കൊക്കെ തുടങ്ങി വെക്കുക, പിന്നെ അവിടെ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ടൗണിനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. വടകര എന്ന് പറയുന്നത് ഈ ജില്ലയിൽ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ്. ഈ നഗരം ഇതിൻ്റെ പ്രതാപത്തോട് കൂടിയിട്ട് പ്രൗഢിയോട് കൂടിയിട്ട് നിലനിൽക്കണോ വേണ്ടിയോ എന്ന് ആലോചിക്കേണ്ട അവകാശവും സ്വാതന്ത്ര്യവും വടകരയിലെ ജനങ്ങൾക്കുണ്ട്. ആരതിനെ മാറ്റി നിർത്തിയാലും വടകര ജില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വടകര ടൗൺ അതിൻ്റെ പ്രൗഢിയും പ്രതാപത്തോടു കൂടി നിലനിൽക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സമരം കൂടിയാണ് ഇത്. ഈ സമരം കൊണ്ട് അവസാനം ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പാർലമെന്റ് മുന്നിലേക്ക് പോകും. അത് രാഷ്ട്രീയമില്ല. വടകരയിലെ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് മുന്നിലേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ 20 ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.